നമ്മൾ ഇന്ന് ചക്ക വരട്ടി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: നമ്മൾ ഇന്നൊരു ഇടത്തരം ചക്ക എടുത്തിട്ട് അത് ചുളയെടുത്ത് ഇരിഞ്ഞ് മിക്സിയിലിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയെടുത്തതാണ്. അതിൽ 3 ടേബിൾ സ്പൂൺ നെയ്യ് നമ്മൾ ഈ പാനിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ചക്ക ഇടാൻ വേണ്ടി പോവാണ്. ഈ ചക്ക ഇതിലേക്കിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം. അതിങ്ങനെ വെന്ത് വരുന്നവരെ ഇളക്കേണ്ടതാണ്. ഇളക്കിയില്ലെങ്കിൽ അടുക്കി പിടിക്കും. അതുകൊണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. പണ്ടില്ലേ നമ്മുടെ മയിലെ വീട്ടിൽ അമ്മയിലുള്ള സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ചക്ക അമ്മ പറിച്ചു കൊണ്ടുവരും. അവിടെ പിന്നെ ആ വലിയ ആ മൂലക്കുള്ള ആ പ്ലാവിൽ വലിയ ചക്കയില്ലേ, അത് പറിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അമ്മമ്മയാണ് എല്ലാം കൊത്തി കൊടുത്തു കഴിഞ്ഞാൽ അമ്മമ്മ ഫുൾ ചക്കയുടെയും ചുള ഇരിഞ്ഞിട്ട് തരും. പിന്നെ അമ്മ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് എല്ലാം പേസ്റ്റാക്കി എന്നിട്ട് വലിയ മറ്റേ ഓട്ടുരുളിയില്ലേ വീട്ടിലെ, ആ ഓട്ടുരുളിയിലാണ് ഈ ചക്ക വരട്ടുക. അപ്പം നെയ്യും മറ്റേ പശു നെയ്യ് തന്നെ ഇവിടുന്ന് സംഘടിപ്പിച്ച് കൊണ്ടുവരും. വീട്ടിലൊന്നും പശു ഇല്ലല്ലോ. എന്നിട്ട് ആ പശു നെയ്യെല്ലാം വെച്ചിട്ടാണ് ഈ ചക്ക വരട്ടുക. വരട്ടുക വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോസസ്സ് തന്നെയാണ്, കുറേ മണിക്കൂറുകൾ എടുക്കുന്നത്. പക്ഷെ അത് പിന്നെ ആക്കി വെച്ച് കഴിഞ്ഞാൽ അതിനെ കൊണ്ടാണ് ഇയാൾ ലീവിന് വരുന്ന സമയത്ത് മറ്റേ അപ്പം, ചക്കയപ്പം, പിന്നെ മൂടക്കടമ്പ് എന്ന് പറയുന്നതൊക്കെ ഉണ്ടാക്കുന്നത് ആ ചക്ക വെച്ചിട്ടാണ്. അത് നെക്സ്റ്റ് ഇയറിൽ ചക്കൻ്റെ സീസൺ ആവുന്ന വരെ തത്സമയം ഉണ്ടാവും. അതിങ്ങനെ ഭരണിയെല്ലാം കെട്ടി വായെല്ലാം കെട്ടി ഭയങ്കര ടൈറ്റാക്കി സൂക്ഷിക്കുക ചെയ്യാം. പിന്നെ ഇപ്പം നമ്മൾ ഇതിനകത്തേക്ക് 3 ആണി വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഉരുകി വരുന്നവരെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇളക്കൽ നിർത്താനേ പാടില്ല, അടിക്ക് പിടിക്കും. പിന്നെ നമ്മൾ ചക്കയിലേക്ക് ഊറ്റി വയ്ക്കുക. അത് അതായത് പിന്നെ ഇത് നല്ല ബെല്ലാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിന് പൂഴിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് ഡയറക്റ്റ് അതിനകത്തേക്ക് ഒഴിച്ച് നമുക്കിത് ഇളക്കി ചേർക്കാം, മിക്സ് ചെയ്തെടുക്കാം. അതിനകത്ത് ഈ സമയത്തിന് നമുക്ക് ഏലക്കായ പൊടിച്ചതും ഉപ്പും, ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പും ചേർക്കാം. ഏലക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കണക്കിനനുസരിച്ചാണ്. ഇതിനകത്ത് നമ്മൾ 6 ഏലക്കായാണ് ചേർത്തിട്ടുള്ളത്. ഒരു നുള്ളു ഉപ്പും അതിനകത്ത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്ത് ഈ കണ്ടീഷനിലേക്ക് എത്തി. ഇത് ഇന്നും കുറച്ചും കൂടി ആവണം. അതായത് നല്ല ആ പാത്രത്തിൽ നിന്ന് വിട്ട് നല്ല ഒരു ടൈറ്റ് ആവുന്ന ലെവലിലേക്ക് വരെ നമ്മൾ ഇത് ഇളക്കിയെടുക്കണം. ഈ ഇളക്കുന്നത് തന്നെയാണ് അതിൻ്റെ അകത്ത് കാര്യമായിട്ടുള്ള പരിപാടി. അടിക്ക് പിടിക്കാതെ ഇളക്കി എടുക്കണം. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അങ്ങനെ പിടിക്കില്ല എന്ന് വിചാരിക്കാം. ഇതിപ്പോൾ നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നിന്ന് എണ്ണ പുറത്തേക്ക് വരുന്നത് വരെ, എണ്ണയല്ല നെയ്യ്, അതായത് നെയ്യ്, പശു നെയ്യ്, അത് പുറത്ത് വരുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അത് നെയ്യ് ഊറി ഇങ്ങനെ വരും. അതിൻ്റെ അകത്ത് നമുക്ക് ചെറുതായി കാണാൻ പറ്റും ആ ഒരു നെയ്യ് ഇങ്ങനെ പുറത്തേക്ക് ഇതായി വരുന്നത്. അതിലൊരു തിളക്കം കാണുന്നില്ലേ, അതാണ് ആ നെയ്യിൻ്റെ ഇത് ഈ കണ്ടീഷനിൽ ആണ് മാറ്റി വെക്കേണ്ടത്. ഇതൊരു നെക്സ്റ്റ് 1 ഇയർ വരെ ഇതിന് യാതൊരു കുഴപ്പമില്ലാണ്ട് നിൽക്കും. ഇതിൻ്റെ അകത്ത് എടുത്ത് നമുക്ക് ചക്കയുടെ പായസം ഉണ്ടാക്കാം. ചക്ക വരട്ടി റെഡി ആയിട്ടുണ്ട്. റെഡി